നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഇവിടെ രാജഗിരി ഇന്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡന്റ് കൗൺസിലർ അശ്വതി ശരൺ ആണ് എന്നോടൊപ്പം ഇവിടെ ഉള്ളത്. ഇന്നിവിടെ മദർ ചൈൽഡ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറൈറ്റ് അശ്വതി, അപ്പോൾ നമ്മൾ സംസാരിച്ച പേരന്റിങ് സ്കിൽസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം 2 കുട്ടികളുണ്ട്, മൂത്തതും ഇളയ കുട്ടിയായിട്ട് ഇപ്പൊ കമ്പാരിസൺസ് നടക്കാറുണ്ട് വീട്ടില്. അപ്പം അത് മാത്രമല്ല, കമ്പാരിസൺസിന് അത് നമ്മൾ ഇപ്പം കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ഇഫ് യു കമ്പാരിസൺസ് അല്ലാതെ ഇപ്പൊ 2 കുട്ടികളുണ്ടെങ്കിൽ യൂഷ്വലി കണ്ടുവരുന്നത് യങ് ചൈൽഡ് ഇസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് വീട്ടില്. ആൻഡ് എൽഡർ വൺ അത് ചിലപ്പോൾ മനഃപൂർവ്വം അല്ലായിരിക്കും, പക്ഷെ അത് എന്തോ somehow it happens like that. പക്ഷെ ആൻഡ് elder one, they definitely feel neglected. അപ്പം ഈ ഒരു സിറ്റുവേഷൻ how can the parents cope up? ഇവിടെ 2 പോയിന്റ് ഷെറിൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് കമ്പാരിസൺ ബിറ്റ്വീൻ 2 children. അതായത് 2 കുട്ടികളോ അല്ലെങ്കിൽ 3 കുട്ടികളോ വീട്ടിലുണ്ടെങ്കിൽ there is always a comparison. ഇപ്പൊ 3 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നടക്കത്ത ആൾക്കായിരിക്കും. മൂത്ത ആൾക്ക് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും, താഴെ ആൾക്കും. So the other thing is you're talking about is negligence. അപ്പൊ ഇത് രണ്ടിനെ നമ്മൾ 2 ഇതായിട്ട് കാണണം. ആക്ച്വലി comparisons, what I would say is that every child is different. Every child is a story. Okay, from the time they were born, they have their own experiences, different experiences. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ട് വേണം. അതായത് ഇപ്പൊ നമ്മുടെ സ്വന്തം കുട്ടികളാണെങ്കിലും ശരി, we may expect our children to be the same, but that is absolutely ഒരു ബിഗ് നോ ആണ്. ബിക്കോസ് എവറി ചൈൽഡ് ഇസ് ഡിഫറെന്റ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി വിൽ സ്റ്റോപ്പ് കമ്പയറിംഗ്. ഇപ്പൊ ഒരുപാട് കേസസ് ഉണ്ട്, സിബ്ലിങ്സ് സ്കൂളിലൊക്കെ ഒരുപാട് കേസസ് വരുന്നുണ്ട്. മൂത്താളെ പോലെയല്ല രണ്ടാമത്തെ ആള്, വളരെ റെസ്റ്റ്ലെസ് ആണ്, ഹൈപ്പർ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ബട്ട് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരെന്നെ പറയുന്നു മൂത്താളെ പോലെയല്ല, അത് ലിറ്ററലി ദാറ്റ് ഇസ് ട്രൂ. മൂത്താളെ പോലെയല്ല രണ്ടാമത്തെ ആള്, ബിക്കോസ് ഇറ്റ്സ് എൻറ്റയർലി 2 different people. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് കമ്പാരിസൺസ് വി മസ്റ്റ് ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ദാറ്റ്. ബിക്കോസ് മേ ബി ഒരുപാട് കാര്യങ്ങൾ അവർ വളരെ വളരെ സിമിലർ ആയിരിക്കാം. അവരുടെ കാലിബറും ഇപ്പൊ നമ്മൾ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരാൾ സ്മാർട്ടർ ആണെങ്കിൽ മേ ബി ദ സെക്കൻഡ് പേഴ്സൺ വി ക്യാൻ മേക്ക് ദാറ്റ് പേഴ്സൺ ആസ് സ്മാർട്ട് ആസ് എ ഫസ്റ്റ് പേഴ്സൺ. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ യു ഷുഡ് ജസ്റ്റ് ലീവ് ഇറ്റ് ടു ദെം. ഒരു പോയിന്റ് വരെ വി ക്യാൻ ഇൻഫ്ലുവൻസ് ദെം. ബട്ട് വാട്ട് എവർ ദേ ആർ, ഇറ്റ് ഇസ് ഡ്യൂ ടു ദെയർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. അപ്പൊ ഏതൊരു ഏജിലാണെങ്കിലും കമ്പാരിസൺസ് ഒരിക്കലും പാടില്ല. വാട്ട് എവർ ദ പേഴ്സൺ ഡസ്, ഒരു ആവറേജ് ലെവലിൽ ആ കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ then that is good enough. അപ്പൊ മറ്റാൾ അതിലും കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഇസ് യുവർ മിസ്റ്റേക്ക് ഓൺലി. ആ കുട്ടിക്ക് കുറച്ചുകൂടി ടൈം ആൻഡ് സ്പേസ്, പ്രോബബ്ലി യു ആർ നോട്ട് വർക്കിംഗ് അറ്റ് ദാറ്റ് ടൈം. You were with the child, the first child. Second child, maybe you're working and you are not getting enough time to spend with the child. അതും വേണമല്ലോ നമ്മൾ ചിന്തിക്കാൻ. അപ്പൊ എപ്പോഴും കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് കമ്പാരിസൺസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചില കുട്ടികളെ കാലിബർ ഉണ്ടാവും, അവർക്ക് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടാവും, വി ഹാവ് ഗിവൻ ദം ഓൾ ദ ട്രെയിനിങ് ആൻഡ് എവറിത്തിങ്, ആൻഡ് സ്റ്റിൽ ദേ ആർ നോട്ട്. അത് ചിലപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചിലപ്പോ ഒരു എന്താ പറയാ കുറുമ്പോ കുസൃതിയൊക്കെ ആവും. അത് നമുക്ക് പതുക്കെ ഈ പറഞ്ഞ പോലെ parenting styles യൂസ് ചെയ്തിട്ട് we can rectify and bring them into action. But there are cases, severe cases, where parents come, they sit and cry, they say he is not just like this person. Comparisons നടത്തുന്നുണ്ട്. പിന്നെ ആ കുട്ടികൾ തന്നെ സ്കൂളില് they kind of boss over. അതായത് ഇപ്പൊ ചെറിയ ആള് ചിലപ്പോൾ കുറച്ച് ഷൈ ആയിരിക്കും, അപ്പൊ മൂത്താള് വന്നിട്ട് കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ കൂടെ, ഇതൊക്കെ ആക്ച്വലി ഹാപ്പനിങ് അറ്റ് സ്കൂൾ. ഇറ്റ് ഇസ് റിയലി ഹാപ്പനിങ് അറ്റ് എവറി സ്കൂൾ. ബുള്ളി ചെയ്യുക, they kind of say, see അവൾ അങ്ങനെയാണ്, അവള് വീട്ടിൽ ഇന്നലെ ഇങ്ങനെ ചെയ്തു, I did it fast. അങ്ങനെയൊക്കെ ആ ഒരു ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ it is really difficult for the children to cope with it. So then another thing is negligence. ഇവിടെയും ഇതേ ഒരു സെയിം പോയിന്റ് ആണ് പറയാനുള്ളത്. യു കനോട്ട് നെഗ്ലക്ട് ദ ചൈൽഡ് കംപ്ലീറ്റ്ലി. ഇപ്പൊ ഒരാള് വളരെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് മറ്റാളെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ വേഴ്സ് സിറ്റുവേഷൻസിലേക്കാണ് പോവുക. അത് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം, പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഹാപ്പനിങ്, യുവർ റൈറ്റ്. സ്റ്റിൽ ദർ ഇസ് ഒരു ചെറിയ ആൾ വന്നു കഴിഞ്ഞാൽ മൂത്താൾക്ക് ലെസ് ഇമ്പോർട്ടൻസ്. ആൻഡ് ആളുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ നമ്മുടെ നാട്ടും പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും രണ്ടാമത്തെ കുട്ടീനെ കാണാൻ വരുമ്പോ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറയാം ഇനി നിന്നെ വേണ്ട. അത് ഇപ്പോഴും പറഞ്ഞു വരുന്നുണ്ട്. Somehow that gets into the child's head. Yes, definitely it gets into the child's head. It really influences the child in a bad way. That all these things has to be stopped completely. അങ്ങനെ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിക്ക് എന്താ പറയാ, ആ കുട്ടിക്ക് അറിയാനായിട്ടില്ല, ചെറിയ കുട്ടിക്ക് അറിയാനായിട്ടില്ല. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അമ്മ പറയണം മൂത്താളുടെ അടുത്ത്, ഈ മോനല്ല എനിക്ക് നിന്നെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം രണ്ടാമത്തെ കുട്ടീനെ ആ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് until that child becomes ഒരു ഏജ് വരെ എത്തുമ്പോൾ we can definitely
push the or boost up the feelings of this child, the elder child. So angante practices we should always think about and start doing. All right. Ashwati, school ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഇവിടെ എസ്പെഷ്യലി ഇൻ UAE പോലുള്ള സ്ഥലത്ത് വേറെ ഇപ്പൊ പേരൻസ് തന്നെ വീട്ടിൽ ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയത്ത് the child has a lot of difficulties, അല്ലെ speech problem, language problem. അപ്പൊ what is the reason behind this? ഷെറിൻ പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. In a country like this, UAE എന്ന country, I was also brought up in this country. So when I was doing my schooling, ഞാൻ വളർന്നു വരുന്ന ഒരു ചുറ്റുപാട് ആ ഒരു സമയത്ത് ഇത്രയും സ്പീച്ച് പ്രോബ്ലംസ് കണ്ടിരുന്നില്ല. ബട്ട് നൗ ഐ മസ്റ്റ് സേ അഡ്മിഷൻസ് കൗൺസിലർ സ്ക്രീനിങ് ഒക്കെ ചെയ്യുമ്പോൾ 60% of the children are having either bilingualism or they have a speech problem, pronunciation problem, language problem. Why എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is because ippത്തെ parents, they are not very confident about their mother tongue. That is one reason. Second reason is that they use more than a language at home. പിന്നെ ബേബി ടോക്ക്, എത്ര കുട്ടി ഇപ്പൊ ഒരു വളരെ ലെജിബിൾ ആയിട്ട് സംസാരിക്കാൻ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന പ്രായമായി വന്നാലും നമ്മൾ ബേബി ടോക്കിലാണ് കുട്ടികളോട് പാർട്ട് ഓഫ് പാമ്പറിങ്. If you stop all these and if you don't create a confusion between children between two languages or two or more, probably there are situations where father is a North Indian, mother is a South Indian, and they talk English as well. Father's relatives come, they talk in Hindi probably, and then the mother's relatives come, they talk in a South Indian language. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 to 8 ഇയേഴ്സിന്റെ ഉള്ളിലാണ് ദാറ്റ് കോൺക്രീറ്റ് ലെവൽ. അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ചൈൽഡ് വിൽ ബി കൺഫ്യൂസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദ ചൈൽഡ് ടു cope up later. So there are speech problems. Identification is the most important thing here. Correct age ൽ, അതായത് ഒരു 10 to 12 monthsന്റെ ഇടയിൽ നമ്മൾ കുട്ടികൾ ഫസ്റ്റ് വേർഡ്. ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അത് എടുത്തിട്ട് വിൽ കണ്ടിന്യൂ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ പ്രിയ ആണ്. പ്രിയ, അശ്വതിയോട് സംസാരിച്ചോളൂ. ഹലോ പ്രിയ. ഹായ്. ഹായ്. എന്റെ മോന്റെ കാര്യം ചോദിക്കാനായിരുന്നേ. മോന്റെ കാര്യം? അതെ, മകനാ. ഓക്കെ, പറയൂ. 8th പഠിക്കുന്നേ. വലിയ കുഴപ്പമില്ലാതൊക്കെ പഠിക്കുന്നത്. ഇപ്പൊ അവന് പഠിക്കണം എന്ന് ഒരു താല്പര്യമേ ഇല്ല. വേറെ എല്ലാത്തിനും ഒരു ആക്ടിവിറ്റിക്കും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പഠിക്കാൻ. അപ്പൊ ഇതുവരെ 8th grade വരെ ആളെങ്ങനെയായിരുന്നു പഠിക്കാൻ? അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നോ അതോ എക്സ്ട്രീംലി ഗുഡ് ആയിരുന്നു? കുഴപ്പമില്ല, അങ്ങനെ വലിയ മിടുക്കണമെന്നല്ലെങ്കിലും കുഴപ്പമില്ല, അവൻ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ ഒരു 7th, 8th, 9th ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികള് ഇങ്ങനെ പെട്ടെന്ന് ദേ ഹാവ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ടു സ്റ്റഡിങ്. അത് വരുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവണം എന്നില്ല. Because that is their age. Okay, they get introduced to a lot of things. പിന്നെ workload കുറച്ച് കൂടുതലാണ്, സ്കൂളിൽ നിന്ന് പ്രഷറൈസേഷൻ കുറച്ച് കൂടുതലായിരിക്കും, ന്യൂ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവാം, പല ഫാക്ടേഴ്സും ഉണ്ടാവാം. ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ചൈൽഡ്. അതായത് കുട്ടീനായിട്ട് സംസാരിക്കുക, എവിടെയാണ് ദിസ് വർക്ക്. ഓക്കെ, അവനോട് ഞങ്ങൾ സംസാരിക്കുമ്പോ അവന് ഒറ്റൊരു താല്പര്യമുള്ളൂ, ക്രിക്കറ്റർ ആവാം. സോറി, ക്രിക്കറ്റർ ആവണം അവന്. ഓക്കെ ഓക്കെ, സോ ആള് നല്ല അപ്പൊ അതിനിപ്പം എന്താ നല്ലതായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ആ ഒരു ലെവലിലാണ് അവൻ ചിന്തിക്കുക. അപ്പൊ അതിനുവേണ്ടി മാത്രം അവൻ എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. പക്ഷെ പഠിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാണ്ടിരിക്കുക. അതായത് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ അലോങ് വിത്ത് അക്കാഡമിക്സ്. അതായത് ഹി ഷുഡ് നോട്ട് ഫീൽ എന്റെ ഇൻട്രസ്റ്റ് അടിച്ചമർത്തിയിട്ടാണ് അക്കാഡമിക്സ്, അതായത് എനിക്ക് താല്പര്യമില്ലാത്ത വേറൊരു കാര്യം ചെയ്യാൻ പറയണത്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ആ ഒരു ചോദ്യത്തിന് സത്യം പറഞ്ഞ there are a lot of successful people around us without academics. അപ്പോ അവരത് ഞങ്ങളത് പറഞ്ഞ് അതിന് ഞങ്ങൾ റെഡിയുമായിരുന്നു. ICCയുടെ അക്കാഡമി ഉണ്ടല്ലോ ദുബൈയിൽ, അവിടെ വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ നീ ഒരു ആവറേജ് ആയിട്ടെങ്കിലും പഠിക്കുന്നു പറഞ്ഞാൽ അവൻ പക്ഷെ അതിന് മാത്രം ഒരു താല്പര്യമില്ല. അപ്പൊ വാട്ട് യു ഷുഡ് ഡു, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു സെറ്റ് ലിമിറ്റ്സ്. ഓക്കെ പ്രിയ, ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലി ഇഫ് ഹി പ്രൂവ്സ് ഇൻ എ ടേം, അതായത് ഇപ്പൊ തന്നെ കൊണ്ടു ചേർക്കാണ്ട് ഒരു ഫസ്റ്റ് ടേമില് യു ഹാവ് ടു ടെൽ ഹിം ദാറ്റ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ കമ്മിങ് ബാക്ക് ടു ദാറ്റ് ആവറേജ് ലെവൽ. ഒരുപാട് പഠിക്കണം എന്ന് പറയുന്നില്ല, ആ ഒരു ആവറേജ് ലെവലില് ഇപ്പൊ ഡ്രോപ്പ് കണ്ടെങ്കിൽ അതെല്ലാം റിട്രീവ് ചെയ്തിട്ട് മാർക്സ് കാണിച്ചു തന്നാൽ ദ നെക്സ്റ്റ് ഇറ്റ്സ് വി വിൽ
put you in. Otherwise it is okay, nee padikkum venda cricket undavilla anganathe limits, some certain regulations allengi certain rules and regulations nammal keep cheyda, it normally works. Idippo nammal parayano okay njangal kondoy cherkana and you admit him into that institution, cricket institution la admit cheyidittum if his interest is still the same appo adondu oru ubhogam undayillalo. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? So the thing is, what you should do is first you have to let him prove himself. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് 10-15 days കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഹോംവർക്ക് whatever പ്രോജക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ we tell him that as parents we should feel very convinced that you are improving. അതിനുശേഷം we will definitely put you in this. If you want to give little more importance to cricket, we will support you എന്ന് പറയാം. So it should solve your problem. Okay, Priya. All right. Thank you, Priya. All right. നമ്മൾ നേരത്തെ അശ്വതി സംസാരിച്ചല്ലോ സ്പീച്ചിനെ കുറിച്ചായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് വാട്ട് വി ടോക്ക്ഡ് അബൌട്ട് വാസ് കമ്പാരിസൺസ്. കമ്പയർ ചെയ്യുന്ന പേരൻസും ഉണ്ട്. പക്ഷേ ഇതുപോലെ ഇപ്പൊ രണ്ട് കുട്ടികൾ, ഒരു കുട്ടി ഹീസ് ഡൂയിങ് എക്സലന്റ്ലി വെൽ, അക്കാഡമിക്സ് ആട്ടെ, കൾച്ചറൽ, സ്പോർട്സ്, എല്ലാത്തിലും അതെ മൾട്ടി ടാലന്റഡ് ആയിട്ട്. അപ്പം അതർ ചൈൽഡ് ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണും പൊതുവെ, ബിക്കോസ് മൈ സിബ്ലിംഗ് ഇസ് ഡൂയിങ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പേരന്റ്സിന് രണ്ട് കുട്ടികളും ഒരുപോലാണ്. അപ്പൊ ദേ ഡെഫിനറ്റ്ലി വാണ്ട് എന്റെ മൂത്ത കുട്ടി അല്ലെങ്കിൽ എന്റെ ഇളയ കുട്ടിയും അതുപോലെ തന്നെ വരണം എന്നുള്ള ഒരു മനസ്സിലും പേരന്റ്സിന്റെ അങ്ങനെയായിരിക്കും ചിന്ത തന്നെ. അത് റോങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ്. അപ്പം ചോദിക്കാനുള്ളത്, ഹൗ ടു ടെൽ ദിസ് ചൈൽഡ് ഇൻ എ പോസിറ്റീവ് വേ without giving him a very low self-esteem. That is here self-esteem comes into role. How to tell the child എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ പറഞ്ഞ പോലെ കമ്പാരിസൺസ് നടത്താണ്ടിരിക്കുക. ദാറ്റ് ഇസ് you should not tell the child, see look at your sibling, okay, ഡാൻസിൽ വളരെ നല്ല, അപ്പൊ നീ എന്താ ഇങ്ങനെ, അത് ആ പറയണേന് അതേ സമയം you should ask this child what are your interests, maybe he has definitely ഓരോരുത്തർക്കും, if that child is capable of thinking well, if that child is a normal child, in short, definitely വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അക്കാഡമിക്സ് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വളരെ റെയർ ആണ് ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം you should work towards that. So definitely he will also excel in what he likes, and this other child will also excel in what the other talents are. So ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പാരിസൺ ആദ്യം കൊണ്ടുവരരുത്. പിന്നെ എല്ലാ പേരൻസിനും ആഗ്രഹം ഉണ്ടാവും രണ്ട് കുട്ടികൾ ഒരുപോലെ വളരെ ബ്രൈറ്റ് ആയിരിക്കും, പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും ചില കുട്ടികൾക്ക്. We should not put a lot of load onto that child, onto the head of that child. If that child cannot do it, it's okay, just leave it. Okay, fine, whatever you're doing is fine. അങ്ങനെ പലപ്പോഴും എല്ലാ സിറ്റുവേഷൻസിലും we have to learn to say it is okay. Without comparing. വേറെ ഒരു കാര്യം, ഇവിടെ പൊതുവെ 10th എക്സാം 12th എക്സാം ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഭയങ്കര പ്രഷറും ടെൻഷനിലും ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പം കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അമ്മമാർ അച്ഛന്മാർ പറയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി നോർമൽ ടു ഹാവ് ദാറ്റ് ടെൻഷൻ. പക്ഷെ ടെൻഷൻ കൂടിയാൽ ദാറ്റ് വിൽ എഫക്ട് ദ ചൈൽഡ്സ് പെർഫോമൻസ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഹൗ ക്യാൻ ദ പേരന്റ് ഇവിടെ 10th-ഉം 12th-ലെ എക്സാം പ്രഷർ ഇവിടെ മാത്രം കാണുന്നതല്ല, എവറിവെയർ. if you look into India, you can even see cases like suicide cases and things like that. മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിക്കണം. അതായത് ഒരു കുട്ടിക്ക് മാർച്ച് മാസത്തിൽ, അതായത് ആ എക്സാം ടൈമിൽ വരുന്ന ടെൻഷൻ, ദാറ്റ് ഇസ് ബിൽഡ് അപ്പ് the entire whole year. Okay, ആ ഒരു വർഷം, beginning of the academic year till end of that year ബിൽഡ് ചെയ്തിട്ടുള്ള ടെൻഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് 1 month ടെൻഷൻ അല്ല. അതായത് ഇവിടുത്തെ ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ നാട്ടിലെ പോലെയല്ല. ആഫ്റ്റർ ദ ഫസ്റ്റ് ടേം യു ഹാവ് 2 months വെക്കേഷൻ. 10th standard children ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ ഉടനെ സമ്മർ വെക്കേഷനിൽ they are sent to tuitions and they are asked to finish the whole portion before even the school has introduced the chapters. Here lies the problem. Okay, and then July, August and September മുതൽ they are doing revision the entire portion from, അതായത് ആ അക്കാഡമിക് ഇയർ പഠിപ്പിക്കാതെ സ്കൂളിൽ അത് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ബട്ട് ദ എൻറ്റയർ തിങ്, പിന്നെ മോഡൽ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കലായി. ആൻഡ് സി ദീസ് ആർ എക്സ്ട്രീം കേസസ്. ഐ മീൻ ഇങ്ങനെ ഒരിക്കലും പാടില്ല. ദ തിങ് ഇസ് വാട്ട് യു ഷുഡ്. ഒരു കോൾ ഉണ്ട്, അത് എടുത്തിട്ട് വിൽ കണ്ടിന്യൂ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഹർഷിത. അശ്വതിയോട് സംസാരിച്ചോളൂ. ഹലോ പറയൂ. ഞാൻ എന്റെ മോളുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. 2 കുട്ടികളുള്ളത്. മോൾക്ക് ഇപ്പോ 2.5 വയസ്സായി, മോന് ഇപ്പോ 1 വയസ്സായിട്ടേ ഉള്ളൂ. മോന്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും വാശിക്കാണ്.
മോനായിട്ട് തീരെ എന്താ പറയാ അവളുടെ സാധനങ്ങളൊന്നും കളിക്കാനും കൊടുക്കില്ല, പെട്ടെന്ന് ആരെയായിട്ടും അങ്ങനെ അടുക്കില്ല. ഓക്കെ ഓക്കെ. അത് എന്താ പേര് പറഞ്ഞേ? ഹർഷിത. ഹർഷിത. ഹർഷിതയ്ക്ക് അറിയാലോ, ഇത് ചെറിയ ഒരു ഏജ് ഡിഫറൻസേ ഉള്ളൂ കുട്ടികൾ തമ്മിൽ. ആൻഡ് 2.5 years എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രായം. അപ്പൊ ഒരു മെച്യൂർ വേ അപ്രോച്ച്, അതായത് മെച്യൂർ അപ്രോച്ചിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോൾക്ക് കംപ്ലീറ്റ്ലി ഫുൾ ഇമ്പോർട്ടൻസും കൊടുക്കുക. മറ്റാൾക്ക് 1 year old ആയല്ലേ, അപ്പൊ ആളും ചെറുതായിട്ട് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ടു ഗൈഡ് ദ ചിൽഡ്രൻ ടുഗദർ. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുക, എല്ലാവരും. ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു. It is very difficult. Yes, I understand the situation. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റ കാര്യം, മൂത്ത ആളെ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ള. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ മൂത്ത ആൾക്ക്. 1 year old ആയ ആളുടെ മുന്നിൽ വെച്ച് പറയുകയാണെങ്കിലും 1 year old അത്ര അങ്ങോട്ട് ചിലപ്പോ വലിയ വലിയ സെന്റൻസസ് ഒക്കെ മനസ്സിലാകാനുള്ള ഒരു പ്രായം ആയിട്ടില്ലല്ലോ. അപ്പൊ മൂത്ത ആളെ എപ്പോഴും മോൾ തന്നെയാണ് എന്ന് വെച്ചാൽ മോള് ചെയ്യുന്നതെല്ലാം നല്ലത്. ഇപ്പൊ ഉപദ്രവിക്കും, ഇഫ് ഷീസ് ഹാർമിംഗ് ദ അതർ ചൈൽഡ്, ആ സമയത്ത് വെൽ ഡൺ അങ്ങനെയല്ല. ദ തിങ് ഇസ് വൈ ഷീസ് ഡൂയിങ്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ആസ് പേരൻസ് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദർ വിൽ ബി എ precipitating factor behind it. അതായത് ഒരു കുട്ടിയും just like that ഈ ഒരു ഏജിൽ പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് അണ്ടർ ദ ഏജ് ഓഫ് 3 or 4 ഒരു റീസൺ ഇല്ലാണ്ട് they will not react like that. So probably ഇപ്പൊ ഹാം ചെയ്യണത് ചിലപ്പോ എപ്പോഴെങ്കിലും മദർ രണ്ടാമത്തെ ആളേനെ കുറച്ച് കൂടുതൽ സ്നേഹിക്കണ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വായിന്ന് വന്ന എന്തെങ്കിലും ഉണ്ടാവും. ലിറ്റിൽ സ്കാർ വിൽ ബി ദേർ ഇൻ ദീസ് ലിറ്റിൽ മൈൻഡ്സ്. അപ്പൊ അത് ഒഴിവാക്കുക. ഓൾവേസ് ഈക്വലി ട്രീറ്റ് ദം. ആൻഡ് ഫിസിക്കലി ആള് ഹാം ചെയ്യുമ്പോ യു ഷുഡ് അപ്പൊ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡു നോട്ട് ഹിറ്റ് ദ ചൈൽഡ്. ഐ മീൻ ടു സേ, പേരൻസ് ആയ നിങ്ങൾ ഇപ്പോ എത്ര എക്സ്ട്രീം രീതിയിൽ ഹാമി ആണെങ്കിലും യു ഷുഡ് നോട്ട് ഹിറ്റ് ദ ചൈൽഡ്, ദ എൽഡർ വൺ. ഓക്കെ, ബിക്കോസ് അത് വീണ്ടും കുട്ടീനെ കുറച്ചുകൂടി അഗ്രസീവ് ആക്കാനേ ചാൻസ് ഉള്ളൂ. എപ്പോഴും സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഈ ഹാമിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും, അതായത് കുട്ടീനെ കുറിച്ച് മോശമായി സംസാരിക്കുക ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ രീതിയിലും ദേഷ്യമാണ്. തീരെ കുട്ടീനോട് സ്നേഹം കാണിക്കാറില്ലേ ചെറിയ ആളോട്? ഇല്ല, ചില സമയത്തൊന്നും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും കാണുമ്പോൾ അവൾക്ക് കൂടുതൽ അവന്റെ അടുത്ത് ദേഷ്യം. അപ്പൊ ദാറ്റ് ഇസ് ഓക്കെ. ചില സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ വി ഹാവ് ടു ബി വെരി അലേർട്ട് ആസ് പേരൻസ്. നമ്മൾ പെട്ടെന്ന് അടുക്കില്ല, വേറെ കുട്ടികളെ കണ്ടാലും ആളിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുള്ളൂ. അത് ശരി. ഓക്കെ ഓക്കെ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് എൻഗേജ്ഡ് ആക്കുക മൂത്താളെ. 2.5 years ഇപ്പൊ അതേ ഏജ് ഗ്രൂപ്പിൽ കുട്ടികളൊക്കെ ബിൽഡിങ്ങുകളിൽ, ഇൻ യുവർ ബിൽഡിംഗ് അതേ ഏജ് ഗ്രൂപ്പിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് കളിക്കാൻ വിടുക, തന്നെ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കാൻ വിടുക. അല്ലെങ്കിൽ നഴ്സറി സ്കൂൾസ് ഒക്കെ ഉണ്ടാവില്ല, 2.5 years ഡേ കെയർ, അങ്ങനെ കുറച്ചുകൂടി ആളെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആയ കാരണം ഒരു ജെലസി ഇറ്റ്സ് ഇൻകൾക്കേറ്റിംഗ് ഇൻസൈഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് നൗ. അപ്പൊ അത് നമ്മൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് സ്ലോലി കമ്മിങ് ഇൻ ടു എ വെരി ബാഡ് സിറ്റുവേഷൻ. അപ്പൊ ട്രൈ ടു മേക്ക് ദിസ് ചൈൽഡ് എൻഗേജ്ഡ് ഓൾവേസ്. സെൻഡ് ഹർ ഫോർ സം ക്ലാസ്സസ്, ഇങ്ങനെ ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സസ് ഇല്ലേ, റൈമിംഗ് സോങ്സ് പഠിക്കാനുള്ള ക്ലാസ്സസ്, things like that. അങ്ങനെ കുറച്ച് ഈവൻ ഡ്യൂറിങ് ഈവനിങ്സ് മേ ബി ഒരാളെ കൂട്ടിയിട്ട് ഒരാൾക്ക് that is maybe your husband can take the elder child to the beach or to the park and spend some individual time with that child, or you can do that and maybe your husband can take care of the second child. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് we have to spend time with the elder one and then she will slowly understand. Okay, Harshita. Thank you, Harshita. Thank you. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനിയും? ഇല്ല. ഓൾറൈറ്റ്, താങ്ക്സ് എ ലോട്ട്. ഓൾറൈറ്റ് അശ്വതി, നമ്മൾ സംസാരിച്ചിരുന്നത് കുട്ടികളുടെ എക്സാം സമയത്ത് ടെൻഷൻ ഇങ്ങനെ കുറയ്ക്കാം. അപ്പൊ വാട്ട് ക്യാൻ പേരന്റ്സ് ഡു ഫോർ ദാറ്റ്, അതിനെ കുറിച്ചായിരുന്നു. ആസ് ഐ വാസ് ടെല്ലിംഗ്, ഇത് പെട്ടെന്ന് ആ ഒരു ടേമിലോ മാസത്തിൽ എക്സാക്ട്ലി ആ ഒരു ടേമിൽ വരുന്നതല്ല. ഫ്രം ദാറ്റ് എൻറ്റയർ ഇയറിന്റെ പ്രഷറാണ് അവർ കംപ്ലീറ്റ്ലി ആ റിസൾട്ട് വരുന്ന സമയത്ത് അവർ ആ ഒരു റിയാക്ഷൻ. അതായത് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയും കുട്ടിക്ക് വട്ടാണ്, കുട്ടിക്ക് എന്തെത്ര ബോധമില്ലേ, ഒരു പരീക്ഷ തോറ്റേന്നാണോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടായിരിക്കണം ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി 1-2 ദിവസത്തിന്റെ ഉള്ളിൽ ഡെവലപ്പ് ആയ കാര്യമല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ദ പേരന്റ്സ് ആർ ടു ബി ബ്ലെയിംഡ് ഹിയർ, ദ ടീച്ചേഴ്സ് ആർ ടു ബി ബ്ലെയിംഡ് ഹിയർ. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സ്കൂൾസ് ഇറ്റ്സ് റിയലി ബാഡ് ദീസ് ഡേയ്സ്. സോ വാട്ട് വി ഹാവ് ടു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ സ്വന്തം കുട്ടിയുടെ
caliber മനസ്സിലാക്കുക. Yes, potentiality here it's very very important. ആ കുട്ടിക്ക് ഒരു മിനിമൽ ഒരു 60 or to 70 ആ ഒരു പോയിന്റ് വരെ എത്താനുള്ള കാലിബർ ഉള്ള വെച്ചാൽ 10th ലും 12th ലും നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുത്തിട്ട് അത് 80-90ലേക്ക് എത്തിക്കാന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബർഡൻ. അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആൻഡ് we should always ഇപ്പൊ 9th പഠിക്കുമ്പോഴേ നെക്സ്റ്റ് ഇയർ 10th കുട്ടി 9th ആ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ ആസ് പേരന്റ്സ് വാട്ട് വി ക്യാൻ ഡു ഇസ് സെറ്റ് ദം ടൈം സ്ലോട്ട്സ്. ഓക്കെ, ഇത്ര മാസം യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദിസ് വാട്ട് എവർ സബ്ജക്ട് യുവർ ട്യൂഷൻ വേണ്ടോടത്തൊക്കെ ട്യൂഷന് പോവാം. സമ്മർ വെക്കേഷനിൽ നമുക്ക് ഇങ്ങനെ സിറ്റ് ടുഗദർ ആൻഡ് ടോക്ക് ആസ് എ ഫാമിലി, മദർ ഫാദർ ചൈൽഡ് ഓൾ ഓഫ് ടെൻഷൻ മാറി. ഡെഫിനറ്റ്ലി. പിന്നെ ഏറ്റവും കൂടുതൽ 10th ഉം 12th ലും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് സ്റ്റിൽ ആഫ്റ്റർനൂൺ ഒരു ഒറ്റ സ്ട്രെച്ചിലാണ്. ദേ ഗെറ്റ് വെരി ലിറ്റിൽ ബ്രേക്ക് and all that. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് they have to be provided with relaxation techniques. They have to go out with the family, send them to the parks, let the parties and all go on. ഞാൻ ഒരുപാട് പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടീച്ചറെ 9th and 10th ഞാൻ ഒട്ടും ഒന്നിനും വിടുന്നില്ല, ഇപ്പൊ ഒരു ആക്ടിവിറ്റീസ് ഒന്നും വിടുന്നില്ല, absolutely no celebrations. അപ്പൊ I used to ask why are you doing this? 10th ഉം 12th ലാണെന്ന് വെച്ചിട്ട് അപ്പൊ അവിടെയും ഒരു കുട്ടിയുടെ ക്യാരക്ടറെ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് when you completely shut down things here. So അതൊക്കെ ഒഴിവാക്കുക. and relaxation techniques like deep breaths whenever the child is tense. ഇപ്പൊ ചില കേസസിന്റെ ചില ഫാമിലീസിൽ the parents will be very liberal, you do what you want, but the child will be so much into studying. മാർക്ക് കൊണ്ടുവരുമ്പോൾ നല്ല മാർക്ക് അല്ലെങ്കിൽ according to your caliber, yes, that is you should get marks. Another situation is that the children will be so much into that unhealthy competition, maybe because of the teachers അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ ആരെങ്കിലും ഒക്കെ അത് മനസ്സിലിട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടികൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് എന്നതായിരിക്കും. അപ്പൊ here the parents has to understand that, and then they have to give them relaxation techniques, take deep breaths, sleep well, eat well, go early to bed and all that, and take them to the park and birthday parties and whatever they like, stage shows and anganeke. You take them, they will feel relaxed and they will definitely perform also better. All right. അപ്പോൾ നമ്മൾ എക്സാം സമയത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് മാർക്സ് എസ്പെഷ്യലി ഈ 10th 12th എടുക്കണം. പൊതുവേ കുട്ടികൾ വളർന്നു വരുമ്പോൾ മാർക്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ എ പേരന്റ്. ഇപ്പൊ നമ്മൾക്ക് പറ്റാത്തത് വി വോണ്ട് ആ ചൈൽഡ് ടു അച്ചീവ്. സോ അപ്പൊ ഈ മാർക്സ് എസ്പെഷ്യലി പേരന്റ്സ് ചെയ്യുന്ന അമ്മമാര് പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്സ് കമ്പയർ ചെയ്യാണ്. ഫ്രണ്ട്സിന്റെ മാർക്സ് ഇപ്പൊ ഇവിടെ മാർക്ക് കുറഞ്ഞു, എന്റെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, വാട്ട് ഇസ് ദ റീസൺ? അപ്പൊ അവരെ കണ്ട് പഠിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന പേരന്റ്സിനോട് എന്താണ് പറയാനുള്ളത്? Again we are coming to the same point. Yes, comparison of marks. So that I would strongly say you shouldn't be doing that. കാരണം first and foremost every child has their own എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പൊട്ടൻഷ്യൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റാവുന്ന അവരുടെ എഫേർട്ട് എടുത്ത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ their best effort if they are putting in, then that's enough. ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പുറത്തെ ഫ്ലാറ്റിലത്തെ കുട്ടി അല്ലെങ്കിൽ യുവർ ഫ്രണ്ട് ദിസ് ആന്റി കോൾഡ് അപ്പ് സെയിങ് വൈ യു ആർ ലൈക്ക് ദാറ്റ്. അതൊക്കെ ഐ തിങ്ക് യു ഹാവ് ടു ബി റിയലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ആൾക്കാരിൽ